بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1429 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിൻ്റെ ആമുഖം 2-ാം ദിവസമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل ادعوهم لآبائهم هو أقسط عند الله فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം നമ്മൾ ഇന്നലെ ആരംഭിക്കുകയുണ്ടായി. സൂറത്തിന്റെ പേര്, അതിന്റെ അവതരണ പശ്ചാത്തലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായത്. ഇന്ന് ഈ സൂറത്തിന്റെ
മുഖ്യ വിഷയമായ അഹ്സാബ് യുദ്ധം. ഈ അഹ്സാബ് യുദ്ധം ഉണ്ടാവുന്നതിന്റെ മുമ്പുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഈ സൂറത്ത് അതിന്റെ ഉള്ളടക്കം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ വളരെയേറെ സഹായിക്കുന്ന ചില ചരിത്ര സംഭവങ്ങളാണ്. ഉഹുദ് യുദ്ധത്തെ തുടർന്ന് പിന്നീട് അഹ്സാബ് യുദ്ധം ഉണ്ടാകുന്ന ഹിജ്റ 5-ാം വർഷം, അതുവരെയുള്ള കാലയളവ് ഏകദേശം ഒരു 1-1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമയം. ഈ കാലയളവിൽ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ മനസ്സിലാക്കി വെക്കല് ഈ സൂറത്തിന്റെ ഉള്ളടക്കം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ വളരെ ആവശ്യമായ, വളരെ ഉപകരിക്കുന്ന സംഗതിയാണ്. നമ്മള് ആ ചരിത്രഘട്ടത്തെ വിലയിരുത്തുമ്പോൾ 6 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ 2 പോയിന്റ്സ് ഓഫ് ടൈമിനിടക്കായിട്ട് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഓരോരുത്തരും വിലയിരുത്തുന്ന ഓരോരുത്തരുടെയും വീക്ഷണഗതി അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്തായാലും ഈ 6 സംഭവങ്ങൾ ഈ അഹ്സാബ് യുദ്ധത്തിന്റെ പശ്ചാത്തലവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും ഒക്കെ മനസ്സിലാക്കാൻ വളരെയേറെ സഹായിക്കുന്ന, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നേതാവ് എന്നുള്ള നിലക്കും അതുപോലെ ഒരു സമൂഹത്തെ യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും കാലഘട്ടങ്ങളിൽ നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ച, പിന്തുടർന്ന ചില നയങ്ങളും നിലപാടുകളും, അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ്, അത് മനസ്സിലാക്കുന്നതിനും ഈ സംഭവങ്ങൾ വളരെയേറെ നമുക്ക് ഉപകാരപ്രദമാവും. ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ വിരോധികൾ തൊടുത്തുവിടാറുള്ള ഒരു മേഖല, അല്ലെങ്കിൽ ഒന്നിലേറെ വിഷയങ്ങൾ വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്സാബ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ഈ സൂറത്തിന്റെ ഉള്ളടക്കം വളരെ വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളാൻ വളരെ സഹായകമായതാണ്. ഞാനിന്ന് ഈ 6 വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ സൂറത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സെഷൻ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല. യഥാർത്ഥത്തില് ചുരുങ്ങിയത് 2 സെഷൻസ് എങ്കിലും ഇനിയും നമുക്ക് ഈ സൂറത്തിന്റെ ആയത്തുകൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായിട്ട് വേണ്ടിവരും. ഒരു പക്ഷേ 3 ദിവസം എടുത്തൊന്നും വരും. കാരണം ഇത് അത്രയും ചരിത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് ഇങ്ങനെ അപൂർവമായ അവസരം ഉണ്ടാകുമ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടും വിശദമായി ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന നിലക്കാണ് ഞാൻ അത്രയും സമയം അതിനുവേണ്ടി നീക്കിവെക്കാം എന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ അഹ്സാബ് യുദ്ധത്തിന്റെ മുമ്പായി ഉഹദ് യുദ്ധത്തിനെ തുടർന്നുള്ള ഒരു 2 വർഷക്കാലം എന്തൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായത് എന്നതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതിൽ ഒന്നാമത്തത് ഹിജ്റ 3-ാം വർഷം നടന്ന ഉഹദ് യുദ്ധത്തിന്റെ അത് തൊട്ടുടനെയുള്ള ദിവസം. ഉഹദ് യുദ്ധത്തില് യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യക്ഷത്തില് മുസ്ലിം പക്ഷത്തിന് തിരിച്ചടിയാണ് ഉണ്ടായത്, പരാജയമാണ് ഉണ്ടായത് എന്ന് പറയാം. യഥാർത്ഥത്തിൽ യുദ്ധം അവസാനിക്കുന്നതിന്റെ മുമ്പ് യുദ്ധക്കളത്തിൽ നിന്ന് ഖുറൈശി പട വിരണ്ട് ഓടുകയായിരുന്നു. അവര് യുദ്ധക്കളം വിട്ട് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടുകയാണ്. അത്രയും ഘോരമായൊരു യുദ്ധം അവര് തമ്മിൽ നടന്നു. അതില് വല്ലാതെ ഭീതി പൂണ്ടവരായിക്കൊണ്ട് ഖുറൈശി സൈന്യം പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് അവര് പരാജയപ്പെട്ടു എന്ന നിലക്ക് അവരുടെ യുദ്ധമുതലുകളും അവരുടെ വാഹനങ്ങളും ഒക്കെ, അതുപോലെ ദിവസങ്ങളോളം അവർക്ക്
ആവശ്യമായി വരുന്ന ജീവിത വിഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നതൊക്കെ യുദ്ധക്കളത്തിലും പരിസരത്തും ഒക്കെ ആയിട്ട് ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവനും കൊണ്ട് ഓടിപ്പോകുന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന ഒരു ട്വിസ്റ്റാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പരാജയമാവുന്നതിന് കാരണമായത്. ശത്രുക്കൾ വിരണ്ടോടി യുദ്ധക്കളം വിട്ടു പോയ ആ ഘട്ടത്തില് യുദ്ധമുതലുകൾ വാരിക്കൂട്ടാന് പോരാളികള് യുദ്ധക്കളത്തിലേക്ക് എല്ലാവരും ഇറങ്ങിയ ഘട്ടത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം പാലിക്കാതെ കണ്ട് ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു മലയിടുക്കില് 50 അമ്പെയ്ത്തുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ആളുകള് അള്ളാഹുവിന്റെ ദൂതന്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രമേ അവിടുന്ന് പോരാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം നൽകപ്പെട്ടതാണ്. പക്ഷെ അക്കാര്യം വിസ്മരിച്ചുകൊണ്ട് എല്ലാവരോടും ഒപ്പം യുദ്ധം കഴിഞ്ഞു, ഇനി നമുക്ക് ഇവിടുന്ന് പോകാം, എല്ലാവരും യുദ്ധ മുതലുകൾ വാരിക്കൂട്ടുന്നു എന്ന വിധത്തിൽ ഇവരും അവരോടൊപ്പം ചെന്ന് ആ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. ഇത് ഒരവസരമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഖുറൈശികളുടെ സൈനിക തലവൻ അല്ലെങ്കിൽ സൈനിക നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ഖാലിദ് ബിൻ വലീദും സംഘവും ആ ഭാഗത്തുകൂടെ മുസ്ലിം പടയാളികളെ യുദ്ധക്കളത്തിലേക്ക് കയറി ആക്രമിക്കുന്നത്. അത് ഒരു ഒരുക്കവുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയി മുസ്ലിങ്ങൾ ആ ഘട്ടത്തിൽ. ഒരു പ്രതിരോധവും തീർക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ആകെ അവരിലെ വളരെ ജീവൻ അർപ്പിച്ചുകൊണ്ട് പോലും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടാൻ സന്നദ്ധരായ കുറഞ്ഞ ആളുകൾ മാത്രം അവർക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ സംരക്ഷിക്കുക എന്നൊരൊറ്റ കാര്യം ചെയ്യുന്ന വളരെ പരിമിതമായ ഒരു കാര്യത്തില് അവരുടെ ശ്രദ്ധ ഒതുക്കേണ്ടി വന്ന ഒരു വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു. ഒരുപാട് പേര് വലിയ പരിക്കേറ്റു, പലരും യുദ്ധത്തിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ പരിക്കേറ്റു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് ആ യുദ്ധത്തില് ഷഹീദായി. ഇങ്ങനെ കുറെ സംഭവങ്ങൾ അരങ്ങേറി. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയവും അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഖാലിദ് ബിൻ വലീദിന്റെ ആ മലയിടുക്കിലൂടെ കടന്നു വന്നുകൊണ്ടുള്ള പിൻഭാഗത്തുകൂടി കയറി കൊണ്ടുള്ള ആ ആക്രമണം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അത് കുറഞ്ഞൊരു സംഘം മാത്രമാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തില് വലിയ സൈനികരുടെ ഒരു ഖുറൈശി സൈനികരുടെ കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഭൂരിഭാഗം സൈന്യവും നേരത്തെ യുദ്ധക്കളത്തിൽ നിന്ന് പരാജിതരായി പിന്തിരിഞ്ഞ് ഓടിയതാണ്. അവര് കുറെ അങ്ങും മുന്നോട്ട് പോയതിന്റെ ശേഷമാണ് ഒരിടത്ത് തങ്ങിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. യഥാർത്ഥത്തില് ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത് ആ യുദ്ധം വിജയമായിരുന്നില്ല. കാരണം അവര് യുദ്ധക്കളത്തിൽ നിന്ന് അവരുടെ സാധന സാമഗ്രികളും സ്വത്തുവകകളും ഒക്കെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് വിരണ്ടോടി പോയതാണ്. പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്തിരിഞ്ഞു ഓടിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും അവർക്ക് ഒരു വിജയം ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി എന്നത് അതിനെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ ഈ സൈന്യം കുറെ അങ്ങ് പിന്തിരിഞ്ഞോടി മക്കയുടെ ഭാഗത്തേക്ക് അങ്ങ് പോയി കുറെ എത്തിയതിനു ശേഷമാണ് ഇതിനെക്കുറിച്ചൊരു പുനരാലോചനയൊക്കെ ഉണ്ടാവുന്നത്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാണുകയുണ്ടായി എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധതന്ത്രജ്ഞതയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഖുറൈശികൾ ഈ യുദ്ധത്തില് നമ്മളെ പരാജയപ്പെടുത്തിയെങ്കിലും അവർക്ക് ഒന്നും നേടാനായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള ചിത്രം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്
ജീവൻ നൽകിക്കൊണ്ട് പോരാടാൻ സന്നദ്ധരായ ആളുകള് തന്റെ കൂടെ പുറപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഈ ഖുറൈശി സൈനികര് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പാതയില് വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അവരെ പിന്തുടർന്ന് അവരെ തുരത്തി ഓടിക്കണം. അവരെ പിന്തുടർന്നിട്ടില്ലെങ്കിൽ അവര് വഴിയിൽ എവിടെങ്കിലും തങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തി ഇത് നഷ്ടമായി പോയി, അതുകൊണ്ട് നമുക്ക് തിരിച്ചുപോയി മദീനയിൽ മുസ്ലിങ്ങളെ ആ യുദ്ധക്കളത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവരെ നേരിടണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് വകകളും അതുപോലെ സാധന സാമഗ്രികളൊക്കെ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് അവര് എത്തുകയാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു 630 പടയാളികളുമായിട്ട് അവരെ പിന്തുടർന്ന് മക്കയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നത്. അങ്ങനെ അവര് ഹംറാ ഉൽ അസദ് എന്ന സ്ഥലത്ത് എത്തിയിട്ട്, അത് മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള പാതയിൽ ഒരു കുറച്ച് ഒരു 10-50 താഴെ 36 മൈലുകളോളം അകലെയുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അത്രയും ഈ ഹംറാ ഉൽ അസദ് എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നവരെ അവര് മുന്നോട്ട് പോയി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും തമ്പടിക്കുകയാണ്. അവരവിടെ തുടർച്ചയായിട്ട് 3 ദിവസങ്ങൾ തങ്ങി. അവര് ഈ ഖുറൈശി സൈന്യം തിരിച്ചു വരുന്നതിന് തടസ്സമാകുന്ന വിധത്തിലാണ് 3 ദിവസം അവർ തിരിച്ചു വരികയാണെങ്കിൽ അവരെ നേരിടാം എന്ന നിലക്ക് അവരവിടെ കാത്തിരുന്നത് ഹംറാ ഉൽ അസദ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോ അതിനിടക്കാണ് ഒരു മുസ്ലിം അല്ലാത്ത ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അനുയായികളോടും ഒക്കെ അനുഭവം ഉണ്ടായിരുന്ന ഒരാള് അവർക്കൊരു വിവരം പകർന്നു കൊടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാല് കുറച്ച് അകലെയായിട്ട് മദീനയിൽ നിന്ന് ഒരു 36 മൈലുകൾക്ക് അപ്പുറത്തായിട്ട്, ഈ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മുന്നേ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഒരു ഏകദേശം ഒരു 36 മൈലുകൾ അപ്പുറത്ത് ഈ ഖുറൈശി സൈന്യം തമ്പടിച്ചിട്ടുണ്ട്. അവരവിടെ പല ആലോചനകളും നടത്തിക്കൊണ്ട് വലിയൊരു സൈന്യത്തെ 2978 പേരെന്നാണ് അവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത്രയും ആളുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് ഈ മദീനയിലേക്ക് തന്നെ ഖുറൈശികളെ നേരിടാൻ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നേരിടാൻ വേണ്ടി തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരുങ്ങി പുറപ്പെടുകയാണ് എന്നൊരു വിവരം ഒരു ആളിൽ നിന്ന്, അയാൾ മുസ്ലിം അല്ല, അയാൾ മുസ്ലിങ്ങളോട് ഒരു അനുഭവം ഉണ്ടായിരുന്ന ഒരാളാണ്, അയാളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിവരം അറിയാൻ സാധിക്കുകയാണ്. അപ്പോ അവര് തിരിച്ചു വരാം, ഇത്രയും വലിയൊരു സൈന്യവുമായിട്ട് തിരിച്ചു വരാമെന്ന് വെച്ചതിന്റെ താല്പര്യം അവർക്ക് യുദ്ധത്തിൽ പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടായില്ല എന്നതും അവരുടെ സ്വത്ത് സാമഗ്രികളൊക്കെയും തന്നെ യുദ്ധക്കളത്തിൽ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നതുകൊണ്ടൊക്കെയാണ്. അതൊരു വലിയ അബദ്ധമായി പോയി എന്ന ഒരു വിലയിരുത്തലാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു വിവരം അറിയാനിടയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം, ഒരു 600 പേരോളം വരുന്ന ഒരു സൈന്യം ഹംറാ ഉൽ അസദ് എന്ന സ്ഥലത്ത് അവര് താവളമാക്കി അവിടെ തങ്ങുകയായിരുന്നല്ലോ. അപ്പൊ അവരെ കുറിച്ചുള്ള വാർത്ത അറിയാൻ കഴിഞ്ഞപ്പോ ഖുറൈശികള് ഈ 2000-ലേറെ 3000-ഓളം വരുന്ന ആളുകൾ അടങ്ങിയ സൈന്യം യഥാർത്ഥത്തിൽ വരണ്ടുപോയി. മക്കയിലെ ഈ മക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഈ സൈന്യം മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മദീനയില് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ സൈന്യവും എന്ത് ത്യാഗം അനുഭവിച്ചുകൊണ്ടും പോരാടാൻ ഒരുങ്ങിയ ആളുകളാണ്. അവർക്ക് മരണഭയമില്ല, അവരെ നേരിടാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നലാണ് ഈ ഖുറൈശി സൈന്യത്തിന് ഉണ്ടാവുന്നത്. അത് കാരണമായി ഖുറൈശി സൈന്യം മദീനയുടെ ഭാഗത്തേക്ക് അവരുടെ മുന്നേറ്റം തുടരുന്നത് വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് വല്ലാത്ത പതർച്ചയാണ് അത് ഉണ്ടാക്കിയത്.
അവരുടെ ധൈര്യം ചോർന്നു പോവുകയും അവര് ആക്രമണവാഞ്ച ഇല്ലാതായി അവര് തിരിച്ചു പോകാൻ വെക്കുകയാണ്. അങ്ങനെ മദീനയുടെ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്ന് മുസ്ലിങ്ങളെ നേരിടുക എന്നുള്ള പരിപാടി അവർ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയാണ് ഈ ഖുറൈശി സൈന്യം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദിലുണ്ടായ ആ പരാജയം ഒരു വിജയമാക്കി മാറ്റുന്ന വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പരിക്ക് വളരെ പരിമിതമാക്കാനും നഷ്ടങ്ങളെ കുറയ്ക്കാനും ആ പരാജയം യഥാർത്ഥത്തില് വിജയം തന്നെയാക്കി മാറ്റാനും ഒക്കെ സാധിച്ച ഒരു നടപടിയാണ്. ഇതിന് വേറെയും ചില ഫലങ്ങൾ ഉണ്ടായി. എന്താണെന്ന് പറഞ്ഞാല് മദീനയുടെയും മക്കയുടെയും ഇടയിലൊക്കെയുള്ള മിക്കവാറും അറബി ഗോത്രങ്ങള്, മുശ്രിക്ക് ഗോത്രങ്ങള്, അവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു വലിയ, അല്ലെങ്കിൽ മുസ്ലിം പടയെ കുറിച്ച് വലിയൊരു ധാരണ രൂപപ്പെട്ടു വരികയാണ്. മദീനയിലെ ഈ ശക്തിയെ നേരിടാൻ ഒരു ഗോത്രത്തിന് തനിച്ച് സാധിക്കുകയില്ല. ഒരു ഗോത്രം തനിച്ച് മുതിർന്ന് പുറപ്പെട്ടാല് അവരെ നേരിടാൻ, അവരെ സൈനികമായി നേരിടുക എന്നുള്ളത് സാധിക്കുകയില്ല എന്ന ഒരു ധാരണ അറബ് ഗോത്രങ്ങൾക്കിടയിൽ പരക്കുവാൻ ഇത് കാരണമാക്കി. കാരണം ഖുറൈശികളുടെ വലിയൊരു സൈന്യമാണല്ലോ. മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഖുറൈശികളുടേത് അതിന്റെ പല മടങ്ങ് അധികമുണ്ട്. എന്നിട്ട് പോലും ധൈര്യം ചോർന്ന് പിന്തിരിഞ്ഞു പോകാൻ അവർ പ്രേരിതരായി എന്നത് മദീനയിലെ മുസ്ലിം സംവിധാനത്തെയും സൈന്യത്തെയും ഒന്നും ഇനിമേൽ ഒരൊറ്റ ഗോത്രം മാത്രം വിചാരിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു വന്നാൽ നടക്കുകയില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവുകയാണ് ഇതിന്റെ ഫലമായിട്ട് ചെയ്യുന്നത്. ഇതാണ് ഈ അഹ്സാബിന്റെ മുമ്പ് ഉണ്ടായ ഉഹദ് യുദ്ധത്തിന് ശേഷം അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒരു ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മദീനയിലെ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു ഗോത്രമായിരുന്നു അസദ് ഗോത്രം. ഈ അസദ് ഗോത്രം നാളുകളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിം സമൂഹത്തിനും എതിരിൽ ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സാധിക്കുമെങ്കിൽ വധിച്ചു കളയാനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള പല പ്രവർത്തനങ്ങളിലുമായിരുന്നു അവർ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോ അവര് മദീനയിലേക്ക് മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി പുറപ്പെടാനിരിക്കുന്നു എന്ന വിവരം ദൂതന്മാര് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനിടയായി. അദ്ദേഹം ഉടനെ തന്നെ അവരെ നേരിടാൻ വേണ്ടി ഒരു 150 പേരടങ്ങിയ ഒരു സംഘത്തെ പറഞ്ഞുവിടുകയാണ്. മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരു 150 ആളുകൾ, 150 പടയാളികളുള്ള ഒരു സംഘത്തെയാണ് പറഞ്ഞുവിടുന്നത്. ഈ സംഘത്തെ നയിച്ചുകൊണ്ട് പുറപ്പെട്ടത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇവരുടെ ഭർത്താവായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ് ഈ യുദ്ധത്തിന്, ഈ അസദ് കുടുംബം, അസദ് ഗോത്രത്തെ നേരിടാൻ വേണ്ടിയുള്ള സൈന്യത്തെ നയിച്ചുകൊണ്ട് പോയത്. ഈ ഉമ്മു സലമ, അബൂ സലമ എന്നീ പേരുകൾ ഒന്ന് മനസ്സിൽ കുറിച്ചിടുന്നത് നല്ലതാണ്. ഉമ്മു സലമ വിധവയായപ്പോ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏറ്റെടുത്ത് അവരെ പത്നിയായി സ്വീകരിക്കുകയാണ് ഉണ്ടായത് അബൂ സലമയുടെ മരണശേഷം. അത് ഒരു ചരിത്ര സംഭവം നിങ്ങളെ കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോ ഈ 150 പേരുടെ അബൂ സലമയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം അസദ് ഗോത്രത്തെ നേരിടാൻ വേണ്ടി പുറപ്പെടുകയും വളരെ അപ്രതീക്ഷിതമായിട്ട്, വളരെ ആകസ്മികമായ വിധത്തിൽ അവരെ ആക്രമിക്കുകയും ചെയ്യുന്നത്. അത് തീരെ പ്രതീക്ഷിക്കാതെയാണ് അവർക്ക് ഈ നടപടി നേരിടേണ്ടി വന്നത്. അപ്പോ അതിനെ നേരിടാൻ
യാതൊരു ഒരുക്കവും അവർക്ക് ആ ഘട്ടത്തില് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയാണ് അസദ് ഗോത്രം എല്ലാ ശ്രമവും ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് രംഗം വിട്ട് ഓടുന്നത്. അവര് ധാരാളം സ്വത്തും മുതലും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ആ സ്ഥലത്തുനിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. ഇത് ഒരു വലിയൊരു കൺഫ്രണ്ടേഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിലും ഒരു ഏറ്റുമുട്ടലായിരുന്നു. വേറെ നിലക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ധാരാളം യുദ്ധമുതലുകൾ ലഭിക്കാനിടയായ, പ്രത്യേകിച്ച് അവരുടെ ആ സാമ്പത്തികമായ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തില് അവർക്ക് കരുത്തു പകർന്ന ഒരു ധാരാളം യുദ്ധമുതലുകൾ അവർക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടാക്കിയ ഒരു സംഭവമാണ് അസദ് ഗോത്രത്തെ നേരിട്ട സംഭവം. അസദ് ഗോത്രം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മദീനയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സമൂഹത്തെയും ആക്രമിക്കാൻ വേണ്ടി. പക്ഷെ അതിന് അവസരം കൊടുക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും പറഞ്ഞയച്ച 150 പേരുടെ സംഘം അവരെ നേരിടുകയും അതിനെ തുടർന്ന് അവര് അവിടുന്ന് രംഗം വിട്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ഒരു സംഭവമാണ്. മൂന്നാമത്തെ ഒന്ന് നളീർ ഗോത്രം. അത് ഒരു യഹൂദ ഗോത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ഗൂഢാലോചനകളിൽ ഏർപ്പെട്ടതായിരുന്നു അവർ. പക്ഷെ അവര് ഈ സംഗതി നടപ്പിലാക്കാൻ മുതിരുന്നതിന് മുമ്പ് തന്നെ രഹസ്യം വെളിപ്പെട്ടു പോയി. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അത് രഹസ്യം വെളിപ്പെടുകയാണ്. അപ്പോ മദീനയിലെ ഒരു യഹൂദ ഗോത്രമാണിത്. ബനൂ നദീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു എന്നത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ ഉടനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഭാഗം ഗോത്രങ്ങളുമായി നടത്തിയിട്ടുള്ള ഒരു കരാറുണ്ട്. ആ കരാറിന്റെ വളരെ വ്യക്തമായ ലംഘനമായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ ഒരു പ്രവർത്തനത്തിന് ബനൂ നളീർ ഗോത്രം മുതിരാൻ പാടില്ലായിരുന്നു. കാരണം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ ഇതര വിഭാഗങ്ങളൊക്കെ അടങ്ങുന്ന എല്ലാവരും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ മദീന അക്കോർഡ്, ആ കരാറ് വളരെ പരസ്യമായി തന്നെ ലംഘിക്കുകയായിരുന്നു. ഇവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങള് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ തന്നെ വെളിപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ്. അപ്പോ ഈ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇടപെട്ട് ഈ ബനൂ നദീർ ഗോത്രത്തിന് ഒരു സമയം അനുവദിച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കുകയാണ്. 10 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഈ സ്ഥലം വിട്ടേച്ച് പോകണം. മദീനയില് തുടർന്ന് തങ്ങാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും വലിയ കരാറ് ലംഘനവും വഞ്ചനയും ചെയ്യാൻ മുതിർന്നു എന്നതിനാൽ നിങ്ങൾക്ക് ഇനി ഇവിടെ നിലനിൽക്കാൻ പറ്റുകയില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ നിർദ്ദേശം. 10 ദിവസത്തിനകം ഇവിടുന്ന് വിട്ടുപോകുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ കൊല്ലപ്പെടും. അതുകൊണ്ട് വേഗം സ്ഥലം വിട്ടു പോകണം എന്നതാണ് അവർക്ക് നൽകപ്പെട്ട നിർദ്ദേശം. ബനൂ നദീർ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് തങ്ങിയിരുന്ന അവരുടെ ആവാസ സ്ഥലം, അവരുടെ കേന്ദ്രം വിട്ടേച്ച് പോകേണ്ടി വരുന്നത് വളരെ അപ്രതീക്ഷിതമായ, അവർക്ക് വലിയ ഞെട്ടലുളവാക്കിയ ഒരു കാര്യമാണ്. പക്ഷെ വളരെ വ്യക്തമായി ആർക്കുമൊന്നും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള കരാർ ലംഘനം നടത്തിയ ഒരു കൂട്ടർ എന്നുള്ള നിലക്ക് അവരെ അവിടെ വെച്ച് പൊറുപ്പിക്കലും സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസം അനുവദിച്ചുകൊണ്ട് ആ സമയത്തിനുള്ളിൽ അവിടുന്ന് പൊയ്ക്കൊള്ളണം എന്നാണ് അവർക്ക് കൊടുത്ത നിർദ്ദേശം. ആ ഘട്ടത്തില് മദീനയിലെ കപടവിശ്വാസികൾ രംഗത്ത് വരികയാണ്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കപടവിശ്വാസികളുടെ നേതാവായിരുന്ന ആള് ഈ ബനൂ നളീർ ഗോത്രക്കാരെ അവരെ സമീപിച്ചുകൊണ്ട് അവരോട് പറയുന്നത്, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടു പോകാൻ കൂട്ടാക്കരുത്, നിങ്ങളെ ഞങ്ങൾ പിന്തുണക്കും. 2000 ആളുകളെങ്കിലും എന്റെ കൂടെ
നിങ്ങളെ പിന്തുണക്കാൻ, മുസ്ലിങ്ങൾക്ക് എതിരിൽ നിങ്ങളെ സഹായിക്കാൻ രംഗത്ത് വരും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ തുടരണം എന്നാണ് ഈ ബനു നദീർ ഗോത്രക്കാരോട് ഈ കപടവിശ്വാസികളുടെ നേതാവ് പറയുകയുണ്ടായത്. അതുപോലെ ബനു ഖുറൈള എന്ന പേരിൽ അറിയപ്പെടുന്ന യഹൂദ ഗോത്രവും നിങ്ങളുടെ സഹായത്തിനായിട്ട് രംഗത്ത് വരും. കൂടാതെ നജിദ് പ്രദേശത്ത് നിന്ന് ഗത്ഫാൻ വംശം അവരും നിങ്ങളെ പിന്തുണക്കാൻ വേണ്ടി എത്തും എന്നാണ് ബനു നളീർ ഗോത്രക്കാരോട് ഈ അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂൽ പറയുന്നത്. അപ്പൊ അബ്ദുല്ലാഹിബിനു ഉബയ്യിബിനു സുലൂൽ 2000-ലധികം വരുന്ന സൈന്യവുമായിട്ട് മുസ്ലിങ്ങൾക്ക് എതിരിൽ തങ്ങളെ സഹായിക്കാം എന്ന് മദീനയിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവരെ വിശ്വസിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് നല്ലത് എന്നാണ് ബനു നളീർ തീരുമാനിക്കുന്നത്. അങ്ങനെ നളീറുകാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം നൽകിയ അന്ത്യശാസനത്തിനുള്ള മറുപടിയായിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, ഞങ്ങൾ ഇവിടുന്ന് നാട് വിട്ടു പോകില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ്. അതേ തുടർന്ന് നബ്സി ഈ 10 ദിവസത്തെ ഈ അവർക്ക് നൽകപ്പെട്ടിരുന്ന അവധി കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീർ ഗോത്രത്തെ തന്റെ സൈന്യവുമായി വന്ന് ഉപരോധിക്കുകയാണ്. ആ ഗോത്രത്തിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോ അവരെ സഹായിക്കാം എന്ന് ഏറ്റിരുന്ന ഈ കപടവിശ്വാസികളുടെ സൈന്യമോ അതുപോലെ ബനു ഖുറൈള ഗോത്രക്കാരോ നജിദിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിരുന്ന ഗത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളോ ഒന്നും തന്നെ ബനു നളീർ ഗോത്രത്തെ സഹായിക്കാനായിട്ട് രംഗത്ത് വന്നില്ല. അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നാലും ഇവരാരും തന്നെ ബനു നളീർ ഗോത്രത്തെ പിന്തുണക്കാനും സഹായിക്കാനും ഒന്നും രംഗത്ത് വന്നില്ല. അവർ കരുതിയിരുന്നത് ഇങ്ങനെ വിരട്ടുന്ന വിധത്തിൽ സംസാരിച്ചാൽ മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞു പോകും. പ്രത്യേകിച്ച് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂലിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട 2000-ഓളം പേരെ അവർക്ക് എതിരിൽ യുദ്ധം ചെയ്യാൻ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ പാളയത്തിൽ തന്നെ പടയുണ്ടാകും. അതുകൊണ്ട് ഒരു നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ബനു നളീറിനെതിരിൽ രംഗത്ത് വരികയില്ല എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ 10 ദിവസം കഴിയുന്നതോടുകൂടി തന്നെ ബനു നളീറിനെ ഉപരോധത്തിലാക്കി. അവസാനം ബനു നളീർ ഒരു നിവൃത്തിയില്ലാതെ കീഴടങ്ങി. ഒരു ഉപാധിയോടുകൂടിയാണ് ആ കീഴടങ്ങൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചത്. അത് അവരിലെ 3 പേർക്ക് ഒട്ടകത്തിന് ചുമക്കാൻ കഴിയുന്ന അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാം. ഇതാണ് 3 പേർക്ക് ഒരു ഒട്ടകത്തിന്റെ ലോഡ്, ഒരു ക്യാമൽ ലോഡ് അവരുടെ സാധനങ്ങൾ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുപോകാം. 3 പേർക്ക് ഒരു ഒട്ടകത്തിന്റെ ലോഡ്. ഈ വിധത്തിലാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉപേക്ഷിച്ച് അവർ പോകേണ്ടി വരും. ആ ഒരു നിബന്ധനയോടുകൂടി അവസാനം ബനു നളീർ ഗോത്രക്കാര് എല്ലാവരും തന്നെ അവിടുന്ന് പോകാൻ സമ്മതിച്ചു. അവര് അവസാനം മദീന വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് യഥാർത്ഥത്തില് ഇപ്പം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകള് അവരുടെ സാധന സാമഗ്രികളിൽ വളരെ അത്യാവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയെ ഒരു സംഗതിയെ അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ അവരെല്ലാവരും തന്നെ മദീന വിട്ടു പോവുകയാണ്. മുസ്ലിങ്ങൾക്ക് ധാരാളം യുദ്ധമുതലുകൾ അവരുടെ കൈവശത്തിൽ വരികയാണ്. അതിനെ തുടർന്ന് അവരുടെ കൃഷിയിടങ്ങളും തോട്ടങ്ങളും കോട്ടകളും ഉൾപ്പെടെ ധാരാളം വിഭവങ്ങൾ, ജീവിത വിഭവങ്ങളൊക്കെ ബനു നളീർ ഗോത്രത്തെ അവിടുന്ന് തുരത്തി ഓടിച്ചതോടുകൂടി അവര് ഇങ്ങനെ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് ഒരു ഒട്ടകത്തിന് ചുമക്കാവുന്ന അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു നിബന്ധനയോട് കൂടിയാണ് മദീനയിൽ നിന്ന് പോകുന്നത്. അത് മുസ്ലിങ്ങൾക്ക് അവരുടെ ആ ഘട്ടത്തിലെ പ്രത്യേകമായ അവസ്ഥയിൽ വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്തു. അങ്ങനെ ഈ യഹൂദ ഗോത്രം ഖൈബർ, അതുപോലെ വാദിൽ ഖുറ, അതുപോലെ
കുറച്ചകലെയായി ഷാമിന്റെ പ്രദേശങ്ങൾ, ഈ 3 പ്രദേശങ്ങളിലേക്കാണ് അവർ മദീന വിട്ട് പോകുന്നത്. ഖൈബർ, അതുപോലെ വാദിൽ ഖുറ, പിന്നെ ഷാമിന്റെ ചില പ്രദേശങ്ങളും. ഇതാണ് ഇതിലെ 3ാമത്തെ സംഭവം. തുടർന്നുണ്ടായ 2-3 സംഭവങ്ങളും കൂടി ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 4ാമത്തെ സംഗതി, ഈ നജിദ് പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ പടയൊരുക്കം നടത്തിക്കൊണ്ടിരുന്ന ഗത്ഫാൻ ഗോത്രാണ്. അവരാണ് ബനു നദീർക്കാർക്ക് ആരെ സഹായിക്കാൻ വരാന്നൊക്കെ പറഞ്ഞ ഒരു കൂട്ടർ. അപ്പൊ മദീനയെ ആക്രമിക്കാൻ വേണ്ടി അവര് തക്കം പാർത്ത് കഴിയുകയായിരുന്നു യഥാർത്ഥത്തില്. അപ്പോ ആ ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 400 പടയാളികളുമായിട്ട് അവരെ നേരിടാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ നിന്ന് നജിദ് ഭാഗത്തേക്കുള്ള യാത്രയുടെ ആ ദിശയില് ദാത്തുർ റിഖാ എന്ന സ്ഥലം വരെ അവർ യാത്ര ചെയ്തെത്തി. അപ്പൊ അങ്ങനെ അവിടെ എത്തിയതോടുകൂടി ഈ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവരെ നേരിടാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് ഒരു ആക്രമണം ഉണ്ടാകും എന്നത് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അവരെ വല്ലാതെ അന്താളിപ്പിച്ചു കളഞ്ഞു. അവര് അങ്ങനെ പോരാടാനുള്ള ഒരു ഒരുക്കം ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഈ ഗത്ഫാൻ വിഭാഗം അവരുടെ സമ്പത്തും വീടുകളും കൃഷിയും അതുപോലെയുള്ള സംഗതികളൊക്കെ വിലപിടിപ്പുള്ള എല്ലാം വിട്ടയച്ചുകൊണ്ട് അവരവിടുന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. അവര് സമീപ പ്രദേശങ്ങളിലെ മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. ഒരു ഗോത്രം എന്നുള്ള നിലക്ക് ഒരുമിച്ച് കൂടാൻ പോലും പറ്റാത്ത വിധത്തിൽ അവരവിടുന്ന് പലയിടങ്ങളിലേക്കായി ചിതറിയോടി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് 4ാമത്തെ സംഭവം. 5ാമത്തെ ഒരു സംഭവം, ഹിജ്റ 4-ാം വർഷം ഷഅബാനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടുന്ന ഒരു സംഭവമാണ്. അതായത് 3-ാം വർഷത്തില്, ഹിജ്റ 3-ാം വർഷത്തില് ഖുറൈശികളും ഉഹദിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങളെ നേരിട്ട ആ ഉഹദ് യുദ്ധത്തിന്റെ രംഗം വിട്ട് അവിടുന്ന് പോകുന്ന ഘട്ടത്തില് ഖുറൈശി നേതാവ് അബൂ സുഫിയാൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്ന മൗഇദക്കും ബി ബദർ അൽ ആമിൽ മുഖ്ബിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ അടുത്ത വർഷം ബദറിൽ നിങ്ങളെ വീണ്ടും കാണാം, നിങ്ങൾക്കുള്ള നിശ്ചയിക്കപ്പെട്ട സമയം അടുത്ത വർഷം ബദറിൽ വെച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉണ്ടായ തിരിച്ചടി അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളെ നേരിടാൻ വേണ്ടി ഞങ്ങൾ അടുത്ത വർഷം ബദറിൽ നിങ്ങളെ നേരിടാൻ വേണ്ടി എത്തും. അതുകൊണ്ട് അതാണ് നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സമയം എന്നാണ് അബൂ സുഫിയാൻ പറഞ്ഞത്. ഇത് ഖാലിദ് ഇബ്നു വലീദ് ഒരു സംഘത്തെയുമായിട്ട് വന്ന് തിരിച്ചടി നടത്തുന്നതിന് മുമ്പ് യുദ്ധക്കളം വിട്ടു പോകുമ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി മുഖേന അവർക്ക് കൊടുത്ത മറുപടി നഅം ഹിയ ബൈനന വ ബൈനക മൗഇദുൻ എന്നാണ്. ശരി, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തീർപ്പ് അതാവട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ബദറിൽ വെച്ച് ഇതേ സമയത്ത് കാണാം എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി. അങ്ങനെ ആ വാക്ക് പാലിക്കുക എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 4-ാം വർഷത്തില് എന്ന് പറഞ്ഞാൽ ഉഹദ് കഴിഞ്ഞ് തൊട്ടുടനെയുള്ള വർഷത്തില് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ 1500 അനുയായികളുമായിട്ട് ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ വെച്ചാണല്ലോ ഖുറൈശികൾ നേരിടാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പൊ അബൂ സുഫിയാന് മക്കയിൽ നിന്ന് 2000 ആളുകളുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് വഴിയിൽ തങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ വഴിയിൽ വെച്ച് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ബദറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വിവരം അറിയാനിടയായി. അവര് പക്ഷെ മറുദ് ദഹ്റാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വരെ മാത്രമേ അവര് വന്നുള്ളൂ. മക്കയിൽ നിന്ന് പുറപ്പെട്ട് മറുദ് ദഹ്റാൻ എന്ന സ്ഥലത്ത് എത്തിയതോടുകൂടി അവരവിടെ തങ്ങുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 ദിവസമാണ്
ഈ ഖുറൈശികളെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങുകയുണ്ടായത്. ബദറില് 8 ദിവസമാണ് ഖുറൈശികൾ എത്തും, അല്ലെങ്കിൽ എത്തുകയാണെങ്കിൽ അവരെ നേരിടാം എന്ന നിലക്ക് തങ്ങുന്നത്. പക്ഷെ ഖുറൈശി സൈന്യം, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം മർറു ദഹ്റാൻ എന്നിടത്തെത്തി അവിടെ നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ അവർ സന്നദ്ധരായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനും ആ 5-8 ദിവസം പല കച്ചവട പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിച്ചു. വലിയ ലാഭമൊക്കെ ഉണ്ടായി എന്നൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഉഹദിലെ പരാജയം ഒരു നിലക്ക് വിജയമാക്കി മാറ്റിയതായി പ്രഖ്യാപിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുകയാണ് ഇതിനെ തുടർന്ന്. കാരണം ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാനുള്ള ധൈര്യം ചോർന്നുപോയി. അവർക്ക് 2000 ആളുകളുടെ സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ബദറിലേക്ക് മുന്നിട്ട് വരാൻ അവര് കൂട്ടാക്കിയില്ല. അവര് അവരുടെ നേരത്തെ എത്തിയിരുന്ന മർറു ദഹ്റാൻ എന്ന സ്ഥലത്ത് നിന്ന് തന്നെ മക്കയിലേക്ക് പിന്നീട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, ഏറ്റുമുട്ടലിന് സന്നദ്ധരാവാതെ. യഥാർത്ഥത്തില് ഉഹദ്, 1 വർഷം മുമ്പ് ഉഹദിലുണ്ടായ പരാജയം ഇവിടെ ഈ മർറു ദഹ്റാനിൽ എത്തി അവർ തിരിച്ചു പോകുന്നതോടുകൂടി വളരെ വ്യക്തമായും തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയമായി മാറി. ഖുറൈശികൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ തന്നെ പരാജയമായിട്ടും അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇതോടെ ഇതിന്റെ ഇമ്പാക്റ്റ് വളരെ വൈഡ് ആയതായിരുന്നു. എന്താണെന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇനി ഒരു കാരണവശാലും ഒരു ഗോത്രത്തിന് തനിച്ച് നേരിടാൻ സാധിക്കുകയില്ല. മദീന സൈനികമായി വളരെ ശക്തമാണ്. അവരെ ചെറുത്ത് തോൽപ്പിക്കുക എന്നത് ഒരു ഗോത്രത്തിനൊന്നും ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നൊരു കാര്യമാണ് വരുന്നത്. ഇനി ഇതിലെ 6ാമത്തെ സംഭവം വളരെ ബ്രീഫായിട്ട് ഞാൻ സൂചിപ്പിക്കാം. അത് അറേബ്യ സിറിയ അതിർത്തിയില് ധൂമത്തുൽ ജന്തൽ എന്ന സ്ഥലത്ത് ഒരു സമൂഹം അധിവസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പരിപാടി യഥാർത്ഥത്തിൽ ഈ ധൂമത്തുൽ ജന്തൽ എന്നത് വളരെ കച്ചവട യാത്രകളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇറാഖിലേക്കും ഈജിപ്തിലേക്കും സിറിയയിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതുവഴിയാണ് കടന്നു പോവുക. അപ്പൊ ഈ ധൂമത്തുൽ ജന്തലിലെ ആളുകള് ഈ കച്ചവടക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വിഭാഗമായിരുന്നു. അവിടുത്തെ നിയമ സംവിധാനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കച്ചവടക്കാരെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അനുവദിക്കാതെ അവരുടെ മേൽ ചാടി വീണ് അവരെ കൊള്ളയടിക്കുകയും അവരുടെ ചരക്കുകളൊക്കെ സ്വന്തമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൊള്ളസംഘമായിരുന്നു ആ നാട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെ നേരിടാൻ ആരും മുതിർന്നു വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലാണ് മദീനയിലെ സമൂഹം ഒരു ഭരണകൂടം എന്നുള്ള നിലക്കാഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഈ കൊള്ളസംഘത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനമെടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഹിജ്റ 5-ാം വർഷം റബീഉൽ അവ്വലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 ആളുകൾ അടങ്ങിയ ഒരു സൈന്യത്തെ ഈ കൂട്ടരെ മര്യാദ പഠിപ്പിക്കണം എന്ന നിലക്ക് അവരെയും കൂട്ടി, സൈന്യത്തെയും കൂട്ടി പുറപ്പെടുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈന്യത്തിന്റെയും ആ വരവ് കണ്ടു പേടിച്ച് അവരെ നേരിടാൻ ധൈര്യമില്ലാതെ ഈ ധൂമത്തുൽ ജന്തൽ പ്രദേശത്തെ കൊള്ളക്കാരായിരുന്ന ആ സമൂഹം അവിടുന്ന് അവരുടെ പട്ടണം ഉപേക്ഷിച്ച് പൊയ്ക്കളയുകയാണ്. അപ്പോ അതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കൂടി നേട്ടമുണ്ടാക്കിയ, അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മനസ്സിൽ മുസ്ലിങ്ങളെ കുറിച്ച് വലിയ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാവാൻ കാരണമായ, മുസ്ലിങ്ങളെ, മദീനയിലെ മുസ്ലിം സംവിധാനങ്ങളെ ഇനി നേരിടുക എന്നത് അചിന്ത്യമാണ് എന്നൊരു ധാരണ ഉണ്ടാക്കാൻ കാരണമായ ഒരു സംഗതിയാണ്. അപ്പോൾ മദീനയിലെ ഈ രാഷ്ട്രീയ ശക്തിയെ ഇനി നേരിടുക എന്നത് ഒരു ഗോത്രത്തിന് തനിച്ച് ഏതായാലും സാധിക്കുകയില്ല എന്ന ഒരു ധാരണ പരക്കാൻ ഈ സംഭവങ്ങളൊക്കെ തന്നെ കാരണമായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്ന സൂറത്തുൽ അഹ്സാബിലെ അഹ്സാബ് യുദ്ധ വിഷയം കടന്നു വരുന്നത്. അപ്പോ എങ്ങനെയാണ്
ഒരു അഹിസാബ് സഖ്യകക്ഷികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്ക് ഇസ്ലാമിനെ നേരിടാൻ വേണ്ടി ഉണ്ടായി വന്നത് എന്നതിന്റെ ഒരു പശ്ചാത്തലമാണ് ഞാനിപ്പോ വിവരിച്ചിട്ടുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ പോലെയല്ല. ബദറിലെയും ഉഹദിലെയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം പല വിഭാഗങ്ങളെയും നേരിട്ടതിന് ആ സംഭവങ്ങളൊന്നും പോലെയല്ല. ഒരുപാട് വിഭാഗങ്ങൾ ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമൂഹത്തെ തകർത്ത് തോൽപ്പിച്ച് കളയാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് അൽ അഹിസാബ്, സഖ്യകക്ഷികൾ അല്ലെങ്കിൽ കോൺഫെഡറേറ്റ്സ് എന്ന ഒരു പേര് ആ യുദ്ധത്തിന് വരുന്നത്. കാരണം പിന്നീട് ഖുറൈശികൾ തനിച്ച് ഇസ്ലാമിനോട് യുദ്ധം ചെയ്തിട്ടില്ല. ഉഹദിന് ശേഷം പിന്നെ അവർക്ക് അതിന് സാധിച്ചിട്ടില്ല. പിന്നുണ്ടായത് അവര് ഖന്തഖില് അഥവാ ഈ അഹ്സാബ് യുദ്ധത്തില് പല ഗോത്രങ്ങളുടെയും പിന്തുണ നേടിക്കൊണ്ട്, അതുപോലെ യഹൂദ ഗോത്രങ്ങളുടെ സഹായം നേടിക്കൊണ്ട്, മുനാഫിഖുകളുടെ ഇടപെടലൊക്കെ ഉണ്ടാകുന്ന വിധത്തില് ആണ് എല്ലാവരും കൈകോർത്തുകൊണ്ട്, പല ഗോത്രങ്ങളും ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നത്. ഹിജ്റ 5-ാം വർഷത്തില് നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള സെഷനുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.